കഴിഞ്ഞ ദിവസമാണ് ഇറാനിൽ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ വടക്കൻ ഇറാനിലെ സെംനാൻ മേഖലയിലാണ് അനുഭവപ്പെട്ടത്. സെംനാനിൽ നിന്ന് 27 കിലോമീറ്റർ അകലെ തെക്കു പടിഞ്ഞാറായി 10 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രമെന്നും റിപ്പോർട്ടുകൾ വന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ സംഭവിച്ച ഭൂകമ്പം നിരവധി അഭ്യൂഹങ്ങൾ ഉയർത്തിയിരുന്നു. ഇറാൻ ആണവ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടെന്നും അതിൻ്റെ ഫലമായാണ് ഭൂകമ്പം സംഭവിച്ചതെന്നുമായിരുന്നു അഭ്യൂഹം. ബഹിരാകാശ മിസൈൽ സമുച്ചയമുള്ള ഒരു നഗരത്തിനടുത്താണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഇതാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ കാരണം. ഇറാൻ്റെ സൈന്യം നടത്തുന്ന സെംനാൻ ബഹിരാകാശ കേന്ദ്രവും സെംനാൻ മിസൈൽ സമുച്ചയവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. US ജിയോളജിക്കൽ സർവേ ഭൂകമ്പത്തിന് പിന്നിൽ ആണവ പരീക്ഷണങ്ങളാണെന്ന അഭ്യൂഹം തള്ളിയിരുന്നു. എന്നാൽ പിന്നാലെ US ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതോടെ അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. നേരത്തെ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം തുടങ്ങിയപ്പോഴും സമാനമായ അഭ്യൂഹം പരന്നിരുന്നു. ഇറാൻ ആണവ പരീക്ഷണത്തിൻ്റെ വക്കീലാണെന്നും ഇത് തടയാനാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നായിരുന്നു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ഇപ്പോഴിതാ അപ്രതീക്ഷിതമല്ലെങ്കിലും ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് USഉം ആക്രമണം നടത്തിയത്. ഇറാനിലെ ഭൂഗർഭ ഫോഡോ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട് 6 ബങ്കർ ബസ്റ്റർ ബോംബുകൾ US പ്രയോഗിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. നദാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിൽ 400 മൈൽ അകലെ നിന്ന് US അന്തർവാഹിനികളിൽ നിന്ന് തൊടുത്തുവിട്ട് 30 മിസൈലുകൾ പതിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. ജൂൺ 13 ഇസ്രായേൽ ആക്രമണത്തിൽ നദാൻ സൈറ്റിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളും അവയിലെ യുറേനിയം ശേഖരങ്ങളും ആക്രമണത്തിന് മുമ്പ് തന്നെ ഒഴിപ്പിച്ചതായി ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ IRIB സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ വ്യക്തമാക്കിയിരുന്നു. ഇസ്ഫഹാൻ, നദാൻസ്, ഫോഡോ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടന്നതായും അവർ സ്ഥിരീകരിച്ചു. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനായി ഇസ്രായേൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ USനോട് ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനിടെയാണ് US ആക്രമണം നടത്തിയത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ US ഉപയോഗിച്ചത് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിലൊന്നാണ് MOP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ഭൂമിക്കടിയിൽ ആഴത്തിൽ കോൺക്രീറ്റും പാറകളാലും സുരക്ഷിതമാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബോംബാണ് MOP. ഇറാനിലെ ഇത്തരത്തിലെ ഏറ്റവും കരുത്തുറ്റ ആണവ കേന്ദ്രമാണ് ഫോർദോയിലേത്. ഫോർദോയിൽ 12 MOP ബോംബുകൾ വർഷിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. മലനിരകൾക്കുള്ളിൽ ഭൂമിക്കടിയിൽ 30 അടിയോളം താഴ്ചയിലാണ് ഈ കേന്ദ്രം തുടങ്ങുന്നത്. മിസൈലുകളും സാധാരണ ബസ്റ്റർ ബങ്കർ ബോംബുകൾ തുടങ്ങിയവയെ പ്രതിരോധിക്കുന്ന രീതിയിൽ ശക്തമായ കോൺക്രീറ്റ് കവചത്തിനുള്ളിലാണ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള യുറേനിയം സമ്പുഷ്ടീകരണമാണ് ഇവിടെ നടന്നിരുന്നതെന്നാണ് കരുതുന്നത്. അതിശക്തമായ സുരക്ഷാ കവചമാണ് ഈ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ കേന്ദ്രം ആക്രമിക്കാൻ ഇസ്രായേലിന് നിലവിൽ ശക്തമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാലാണ് US സഹായം ഇസ്രായേൽ തേടിയത്. ഇറാനിലെ നദാൻസിലും ഇസ്രായേൽ ആക്രമണം നടത്തിയെങ്കിലും അവിടെയും ഭൂനിരപ്പിന് മുകളിലുള്ള നിർമ്മിതികൾ മാത്രമേ ഇസ്രായേലിന് തകർക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇത്തരം അതിശക്തമായ ഭൂഗർഭ ബങ്കറുകളെ തകർക്കാൻ ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെ വേണ്ടിവരും. അത്തരത്തിലൊന്ന് നിലവിൽ USന് മാത്രമേ ഉള്ളൂ. ഏകദേശം 14 കിലോഗ്രാം ഭാരമുള്ള അത്യാധുനിക ബോംബാണ് MOP. 200 അടിയോളം ആഴത്തിൽ പാറകൾ തുളച്ചിറങ്ങി ഉള്ളിൽ ചെന്ന് സ്ഫോടനം നടത്തുന്ന ബോംബാണിത്. നിലവിൽ USനും റഷ്യയ്ക്കുമൊക്കെ ഇത്തരം ബോംബുകളുണ്ട്. GUB 57AB എന്ന കോഡ് നാമത്തിൽ US സൈന്യത്തിനുള്ളിൽ അറിയപ്പെടുന്ന ബോംബാണ് MOP. ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിലൊന്നാണ് ഇത്.